ഇനി യുസ്തറത്തു കൗനുഹ അറബിയ്യത്തൻ, ഖുത്ബ അറബി ആയിരിക്കുക അത് ഷർത്താണെന്ന് ലില്ലിത്തിബായി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിൽ ഓതിയിട്ടുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിൽ ഓതിയത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃഭാഷ ആയതുകൊണ്ടല്ല, അത് ഷർത്തായതുകൊണ്ടാണ്. കാരണം എന്താ, സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ടാണ്. സഹാബത്ത് പല നാട്ടിലും ദീന് പ്രചരിപ്പിച്ചു പോയിട്ട് അവിടെ നിന്നും അവരുടെ നാട്ടുകാരുടെ ഭാഷയിൽ ഖുത്ബ ഓതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരാളെ പഠിപ്പിച്ചിട്ട് അവിടെ അല്ലെങ്കിൽ ഒരു തർജ്ജമക്കാരനെ വെച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ ആദ്യം ദഅവത്ത് നടത്തുക. അല്ലാതെ അറബിയിൽ മാത്രം ദഅവത്ത് നടത്തൂലല്ലോ. ഒന്നീ തർജ്ജമ ചെയ്യുന്ന ആളുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ആ ഭാഷ അറിയുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതൊന്നും ജുമാ ഖുത്ബയിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഇതാണ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാതൃഭാഷ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതല്ല എന്നുള്ളതിന് തെളിവ് പിന്നെ വിവിധ നാടുകളിൽ പോയ സഹാബത്തും അറബി തന്നെ ഓതി എന്നുള്ളതാണ്. അപ്പൊ ഈ ഇഷ്തറത്തു കൗനുഹ എന്നുള്ളിടത്തായി അൽ അർക്കാനി ദൂനമായതാഹ എന്ന് പറഞ്ഞു. ഇതിന്റെ റുക്കിനുകൾ അറബി ആയിരിക്കുക. ദൂനമായതാഹ എന്താണ്, റുക്കിനുകൾ അല്ലാത്തത് അറബിയാകൽ ഷർത്തില്ല എന്ന് പറഞ്ഞു. ഇത് പൊതുവെ മൗലവിമാർക്ക് മനസ്സിലാകാത്തൊരു സംഗതിയാ. നമ്മളെ നാട്ടിൽ നിന്നല്ല, ലോകത്തൊന്നായിട്ട് മനസ്സിലാകാത്ത സംഗതി ഈ ദൂനമായതാഹ എന്ന് പറഞ്ഞത്. ഷർത്ത് പറയുന്നത് എന്തിനാ, അത് ഖുത്ബ സഹിയാകാനാണ്. അപ്പൊ അർക്കാനുകൾ അറബിയായാൽ ഖുത്ബ സഹിയായി. ദൂനമായതാഹ അർക്കാനല്ലാത്തത് എന്താകേണ്ടതില്ല, അറബിയാകേണ്ടതില്ല. അപ്പൊ അവിടെ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, അർക്കാനല്ലാത്തത് ഏതാണ്. ദൂനമായതാഹ എന്ന് പറഞ്ഞാൽ അർക്കാനല്ലാത്തത് എന്ന് പറഞ്ഞല്ലോ, അതേതാണ് അത് തീരുമാനിക്കണമല്ലോ. പിന്നെ അത് അറബി അല്ലാത്തതിൽ ഓതിയാല് ഇപ്പോ ഈ അറബി ആകുക ആകാതിരിക്കുക എന്ന ഷർത്തിന് കോട്ടം വരിക എന്നതല്ലാതെ വേറെ ഏതെങ്കിലും നിലക്ക് ആ ഖുത്ബക്ക് ഫസാദ് വരുമോ ഇല്ലേ എന്ന് അങ്ങനെ നോക്കണ്ടേ. അറബി ആയില്ല എന്നുള്ള നിലക്ക് ഖുത്ബക്ക് ഫസാദ് വരൂല, പക്ഷേ വേറെ ഏതെങ്കിലും നിലക്ക് വരുമോ അതും വേണം നോക്കുക. പിന്നെ അപ്പൊ അത് എന്താണ്, രണ്ടും നോക്കിയവരാണ് നമ്മളെ മലബാറിന്റെ ഉലമ. അതുകൊണ്ടാണ് ഖുത്ബ എന്ത് ചെയ്യണോ, ഖുത്ബ ആകണോ എന്നാല് അറബിയിൽ തന്നെ ഓതണം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ദൂനമായതാഹ എന്ന് പറഞ്ഞാല് പലരും മനസ്സിലാക്കിയത് ആ വസിയ്യത്തും ബി തഖ്വ, ഉസീക്കും ബി തഖ്വ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എല്ലാം തവാബിയാണ്, അർക്കാനല്ലാന്ന്. അങ്ങനല്ല. ഈ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നിടത്ത് ലഫ്ള് മുതഅയ്യിനല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഇങ്ങോട്ട് പറയുന്നത് മുഴുവൻ എന്താണ്, അത് പിന്നെ റുക്കിനാണ്, അതിൽ താബിയില്ല. അത് തവാബി ഫുഖഹ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇവിടെ അല്ല എന്ന് മാത്രം, വേറൊരു സ്ഥലത്താണ് വിശദീകരിച്ച്. ഖുത്ബയിൽ അർക്കാനും തവാബിയും വിശദീകരിച്ചത് ബുജൈരിമിയിലോ ജമലിലോ. ഇപ്പം അല്ലാതൊരു ഖഫായുള്ള സ്ഥലമായതുകൊണ്ട് ഞാനിവിടെ അതൊന്ന് വിശദീകരിക്കാമെന്ന് വിചാരിക്കുക. അതായത് ഒരാള് ഖുത്ബ ഓതുമ്പോൾ കയറി വന്നാൽ അയാൾ തഹിയ്യത്ത് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ മസല പറഞ്ഞപ്പോൾ ബുജൈരിമിയിലും ജമലിലും ഒക്കെ പറയുന്നു ഒമൻ ദഖല ഖറജ ബിഹി മാലൗകാന ജാലിസൻ. അപ്പോൾ ഒരാളെന്താണ്, അവിടെ തന്നെ ഇരിക്കുന്ന ആളാ, പള്ളിയിൽ തന്നെ ഇരിക്കുന്ന ആളാ, ഖുത്ബ ഓതുമ്പോൾ കയറി വന്ന ആളല്ല. ഫലൈസ ലഹു അൻ യഖൂമ യുസല്ലിയ ഇലാ ഫറാഗിൽ ഖുത്ബത്തൈനി. അപ്പോൾ അയാൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. രണ്ട് ഖുത്ബ തീരുന്നത് വരെ, രണ്ട് ഖുത്ബ തീരുന്നത് വരെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വലോ ഹാല ദുആഇ ലിസ്സലാത്തീനി എന്ന് പറഞ്ഞു, ലിസ്സുൽത്താനി, സുൽത്താൻ വേണ്ടി ആർക്ക് വേണ്ടി ദുആഇരക്കുന്ന സമയത്താണെങ്കിലും. അതെന്തിനാ ഗായത്ത് അങ്ങനെ പറഞ്ഞതിന് ശേഷം മനസ്സിലാവും. എന്നിട്ട് കമാ ഖാലഹു ഇബ്നു ഹജർ വഖാല മുഹമ്മദ് റംലി ഫിൽ ഫത്താവ വലൈസ ലഹു അൻ യുശിയ സലാത്തൻ മാ ബഖിയ ശൈഉം മിൻ തവാബിൽ ഖുത്ബത്തി. ഉണ്ട്, ഖുത്ബയുടെ തവാബിയിൽ നിന്ന് എന്തെങ്കിലും ശേഷിക്കുന്ന സമയത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അതാണ് എന്ത് വലോ ഹാലദ്ദുആഇ ലിസ്സുൽത്താനി എന്ന് പറഞ്ഞത്. സുൽത്താൻ മാർക്ക് വേണ്ടി ദ്വാരക്കുക എന്നുള്ളത് മോമിനീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നതിന്റെ താബിയാണ്. അപ്പൊ അതാണ് പറഞ്ഞത്. ഒന്നുകൂടി വ്യക്തമായിട്ട് ശേഷം മനസ്സിലാവും. വഖാല ഇബ്നു ഖാസിം ഇദാ ശറഅ ഫി ദുആഇ ലിസ്സുൽത്താനി ജാസ ലഹു അൻ യഖൂമ ലിയുസല്ലിയ.
ഉണ്ടോ? അന്ന് പറഞ്ഞത് ഖിലാഫാണ്. അതായത് തവാബിയുൽ ഖുത്ബന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അതിൽ ഖിലാഫാണ്. അത് പറ്റൂല എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇബ്നു ഖാസിം പറഞ്ഞ പറ്റുമെന്ന്. വയുംകിനു ഹംലി കലാം ഇബ്നു ഖാസിം. അപ്പോൾ ഇത് പറ്റുമെന്ന് പറഞ്ഞ ഇബ്നു ഖാസിമിന്റെ കലാമിനെ ഹംലി ചെയ്യാം. അലാമായി ഇതാ തമ്മത്തിൽ അർക്കാനുകൾ താമായി വലം യബ്ഖ ഇല്ലൽ അംറുൽ ജായിസു. ആ അർക്കാനുകൾക്ക് ശേഷം ഒരു ജായിസായ അമ്രേ ബാക്കിയുള്ളൂ. അതാ സുൽത്താന് വേണ്ടിയുള്ളത്. കലാമു വൈരിഹി, മറ്റുള്ളവരിത് പറ്റൂല എന്ന് പറഞ്ഞത് അലാമായിതാ ബക്കേ ഷെയ്മിനൽ അർക്കാനി, അർക്കാനിൽ നിന്ന് എന്തെങ്കിലും ശേഷിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ സുൽത്താൻമാർക്ക് വേണ്ടി ആദ്യം ദ്വാരുന്ന്, മോമിനിങ്ങൾക്ക് വേണ്ടി ശേഷം ദ്വാരിക്കുന്നത്. അങ്ങനെയും പറ്റുമല്ലോ. അപ്പൊ അങ്ങനത്തെ സമയത്താണെങ്കിൽ പറ്റൂല എന്നാ മറ്റൊരു പറഞ്ഞത്. ഇത് മോമിനിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നതോടുകൂടെ അർക്കാനുകൾ തീരുമല്ലോ. അങ്ങനെ അതിന്റെ ശേഷം സുൽത്താൻമാർക്ക് വേണ്ടി ദ്വാരക്കുമ്പോഴാണെങ്കിൽ പറ്റൂ എന്നായി പറഞ്ഞത് എന്ന് ജമ്മിയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും വൽ മുഅ്തമദുൽ ഹിർമത്തു മുത്ലഖൻ. അങ്ങനെ അർക്കാനും തീർന്നു. എന്നിട്ട് തവാബി ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി പാടില്ല എന്ന് തന്നെ, നിസ്കരിക്കാൻ പറ്റൂല തഹിയ്യത്തല്ലാതെ. ലി അന്നത്തവാബിയ മുൽഹഖത്തും ബിൽ അർക്കാനി, കാരണം തവാബികൾ അർക്കാനോട് ചേർക്കപ്പെട്ടതാണ് എന്ന്. ഏത് വിഷയത്തില്? ഈ നിസ്കരിക്കുന്ന വിഷയത്തിൽ, ഇമാമ് ഖുത്ബ നിസ്കരിക്കുന്ന വിഷയത്തില്. പിന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഏതാണ് ഈ തവാബി എന്ന് ശേഷം പറയുന്നുണ്ട്, ഉദാഹരണം പറയുന്നുണ്ട്. വനഖലൽ ഹലബിയു അലൽ മൻഹജി അൻ ശറഹിൽ ബഹ്ജാലിൽ മുഅല്ലിഫി അന്നഹു യന്തഹി തഹരീമു ബിന്തിഹായിൽ ഖുത്ബത്തൈനി. രണ്ട് ഖുത്ബ അവസാനിക്കുന്നതോടുകൂടെ തഹരീം അവസാനിക്കും. തഹരീമിന്റെ ഖറാത്താണ് നിസ്കരിക്കല്. ബി ഫറാഖി അർക്കാനിഹിമ, രണ്ട് ഖുത്ബ അവസാനിക്കൽ എങ്ങനെ? അതിന്റെ അർക്കാനുകൾ തീരൽ കൊണ്ട്. വൈങ്കാന മുസ്തഖിലം ബി ഗൈരിൽ അർക്കാനി, ഇയാള് ആ ഖത്തീബ് എന്താണ് അത് നിർത്തി, അർക്കാനുകൾ തീർന്നു എന്നേ ഉള്ളൂ, അതോടുകൂടെ ഖുത്ബ അവസാനിച്ചു. അതിന്റെ ശേഷം എന്താണ് റുക്കിനുകൾ അല്ലാത്തത് കൊണ്ട് ജോലിയാണെങ്കിലും ശരി, അപ്പോ റുക്കിനല്ലാത്തത് കൊണ്ട് ഇയാൾ ജോലിയാകുക ഏർപ്പെട്ടിട്ടുണ്ട്. റുക്കിന് കഴിഞ്ഞ് മോമിനിങ്ങൾക്ക് ദ്വാരുന്നു കഴിഞ്ഞ്, പിന്നെ റുക്കിനല്ലാത്തത് കൊണ്ട് എന്താണ് ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? തറല്ലി അനി സഹാബത്തി, സഹാബത്തിന് തർലിയത്ത് പറയുക. സാധാരണ ഉണ്ടല്ലോ അവളെ ഖുലഫാഉൽ അർബഅക്ക് ദ്വാരക്കുമല്ലോ, അല്ലാഹുമ്മർല അനിൽ ഖുലഫാ റാഷിദീൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ദ്വാരക്കുന്നത് തവാബിയാണ്. എന്നപോലെ വദ്ദുആഇലി സുൽത്താനി, സുൽത്താന് വേണ്ടി ദ്വാരക്കുക. ഈ പറഞ്ഞതൊക്കെ എന്താണ്? ആ തവാബിയാണ്. അപ്പൊ ബി ഗൈരിൽ അർക്കാനി എന്ന് പറഞ്ഞ തവാബി അതിന് ഖത്തറല്ലി അനി സഹാബത്തി വദ്ദുആഇലി സുൽത്താനി എന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ്? ഹംദിന്റെ അവിടെയും പിന്നെ സലാത്തിന്റെ അവിടെയും ലഫ്ള് മുതഅയ്യിനാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ശേഷം എന്താണ്? പിന്നെ കുറച്ച് ഹംദും സലാത്തും ഒക്കെ ഇങ്ങോട്ട് നീട്ടിയാൽ തവാബി ആകും. എന്ന പോലെ തന്നെ എന്താണ്? ഈ മോമിനീങ്ങൾക്ക് വേണ്ടി ദ്വാരന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ സഹാബത്തിന് തർലിയത്ത് പറയുക, എന്ന പോലെ സുൽത്താൻമാർക്ക് വേണ്ടി ദ്വാരക്കുക. ഇതൊക്കെയാണ് എന്താണ്? തവാബി. വസിയ്യത്തും ബി തഖ്വയാണ് ഖുത്ബന്റെ പ്രധാനം. അവിടെ തവാബി ഇല്ല എന്നാ ഇതിന് മനസ്സിലാകുന്നത്. പിന്നെ അപ്പോ അവിടെ ഇത് ജമലിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ സലാത്തുൽ ജുമഅയിൽ ഈ പറഞ്ഞ എന്താണ് നിസ്കരിക്കുന്നിടത്താണ്. പിന്നെ അതുപോലെ എവിടെയും പറയുന്നുണ്ട് കലാം, സംസാരം എന്താണ് ഹറാമില്ല എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ പറഞ്ഞ വൽമുറാദു ഇന്തിഹാഉ അർക്കാനിഹിമ. പിന്നെ വൈദന്തഹത്തിൽ ഖുതുബത്താനി ഇന്ദഹ തഹരീമുസ്സലാത്തി എന്നിങ്ങനെ അത് കലാം ഹറാമാണ്, ഹറാമില്ല എന്ന് പറഞ്ഞു. ഖുതുബ സംസാരിക്കലേ ഹറാമില്ല, പക്ഷെ നിസ്കരിക്കലേ ഹറാമാണ്. അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെയും പറയുന്നുണ്ട് ഇത് തന്നെ. വൽമുറാദു ഇന്തിഹാഉ അർക്കാനിഹിമ വൈങ്കാന മുസ്തഖിലൻ ബി ഗൈരി അർക്കാനിഹിമ ഖത്തറല്ലിയാനി സഹാബത്തി വദ്ദുആഇലി സുൽത്താനി വഗൈരി ദാലിക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സുൽത്താനെ മദ്ഹ് ചെയ്യുക പറഞ്ഞല്ലോ. അപ്പോ ഫലഹുസ്സലാത്തു ഹാലസ്തിഗാലിഹി ബിമാ ദുക്കിറ, ആ സമയത്ത് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വലാ തഹറുമു നാം തുക്റഹു മിന്നൈസു കൗനുഹ ബി ഖുർബിൽ ഇഖാമത്തിനോട് അടുത്തിട്ട് ഖുതുബ തീരാൻ പോവല്ലേ.
അപ്പൊ അതുകൊണ്ട് എന്തായി, ഇഖാമത്തിന് അടുത്ത സമയത്ത് പിന്നെ നിസ്കരിക്കൽ കറാത്ത് എന്നുള്ള കറാത്ത് വരും, ഈ ഖുത്ബന്റെ സമയത്തുള്ള ഹറാം വരൂല എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാക്കിൻ അലുന്നു അന്ന ശേഖന ഇബ്നു ഹജർ അൽഹഖ തവാബി അൽ ഖുത്ബത്തി ബിഹാ, അവിടെ ഖുത്ബന്റെ തവാബിനെ എന്തിനോട് ചേർത്തിട്ടുണ്ട്, ആ ഖുത്ബന്റെ അർക്കാനോട് ചേർത്തിട്ടുണ്ട്. അപ്പൊ അപ്പോഴും നിസ്കരിക്കാൻ പറ്റൂല എന്ന് തന്നെ. അപ്പൊ ഇവിടെ തവാബിയെ വിശദീകരിച്ചിട്ടുണ്ട്, ആ മസലയിലാണ് വിശദീകരിച്ചത്. അപ്പൊ ഇവിടെ നമ്മളെ തുഫയില് ഖുത്ബന്റെ അർക്കാൻ പറയുമ്പോ ദൂനമായ ദാഹ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്താ, ഈ പറഞ്ഞതാണ്, ഈ പറഞ്ഞ തറല്ലി അല്ലാഹു മർല അനിൽ ഖുലഫാ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്നിങ്ങനെ പറഞ്ഞ ആ ഭാഗം. അത് കഴിഞ്ഞ് സുൽത്താനു വേണ്ടി ദ്വാരക്കാണെങ്കിൽ പിന്നെ അയാളെ പറയുകയാണെങ്കിൽ പിന്നെ ഹംദു സലാത്തിന്റെ അവിടെ ലഫ്ലു മുഅയ്യനാണെങ്കിൽ അതിന്റെ ശേഷം പറയുന്നത് ഈ പറഞ്ഞതിലൊന്നും എന്ത് വേണ്ട, അറബി വേണം എന്നില്ല എന്നാ. ഇനി അറബി അല്ലാത്തത് വസിയ്യത്തും തഖ്വയിൽ തന്നെ എന്താണ്, അറബി അല്ലാത്തത് കൂട്ടിയാൽ അവിടെ തവാബി ഇല്ലാന്ന് നമ്മൾ പറഞ്ഞു. ഇനി അവിടെ കൂട്ടിയാൽ എന്തു വരും, അതായത് പിന്നെ ഉസീക്കുംബി തഖ്വല്ലാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത്തിയുള്ളാന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ കുറച്ച് മലയാളത്തിൽ പ്രസംഗിച്ച്. അപ്പൊ ഇങ്ങനെ മലയാളത്തിൽ പ്രസംഗിച്ചപ്പോ പിന്നെ എന്ത് വീടി, വസിയ്യത്തും ബി തഖ്വല്ല അറബി ഭാഷയിൽ വീടിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി എന്ത് വരൂല, ഇത് ഫാസിദായി എന്ന് ഷർത്ത് പാലിച്ചില്ല എന്നവിടെ പറയാൻ കഴിയൂലല്ലോ അല്ലെ. അവിടെ തവാബി ഇല്ലാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ദൂനമായ ദാഹ എന്ന് പറഞ്ഞതില് ആ വസിയ്യത്തിൽ തഫ്സീലില്ല, എല്ലാം അങ്ങനെ ആകണം എന്ന് തന്നെയാണ്. എന്നാല് അത്തിയുള്ള കഴിഞ്ഞിട്ട് പിന്നെ മലയാളം പറഞ്ഞാല് അവിടെ എന്താണ്, ഖുത്ബന്റെ ഷർത്ത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയൂല. അപ്പൊ അവിടെ പിന്നെ എന്തു വരും, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വരും. അതാണ് അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ആര്, ഷർവാനി പറയുന്നുണ്ട്. ദൂനമായ ദാഹ എന്ന് പറഞ്ഞെടുത്ത് യുഫീദു അന്ന കൗന മാഅദൽ അർക്കാനി മിൻ തവാബിഹ ബിഗൈരിൽ അറബിയ ലായകൂനു മാനിയം മിനൽ മുവാലാത്തി. ഉണ്ട് ഈ ഖുത്ബന്റെ അർക്കാന് അല്ലാത്ത തവാബി അറബിയിൽ അല്ലെങ്കിൽ അത് മുവാലാത്തിന് തടസ്സാവൂല. മുവാലാത്തിന് തടസ്സം ആവൂല എന്നാണ് ഈ പറഞ്ഞതുകൊണ്ട് വരുന്നത്. എന്നാല് വയജിബു വിഫാഖല്ലി മുഹമ്മദ് റംലി, ഇമാം മുഹമ്മദ് റംലി പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് നിർബന്ധാണ് എന്ന മഹല്ലഹു, ഈ മുവാലാത്തിന് തടസ്സമാകാതിരിക്കുക എന്ന് പറഞ്ഞത് ഇദാലം യത്തുലിൽ ഫസ്ലു ബിഗൈരിൽ അറബി, അറബി അല്ലാത്തത് കൊണ്ട് ഫസില് നീണ്ടിട്ടില്ലെങ്കിലാണ്. വയില്ല ലറ, അങ്ങനെ ഫസില് നീണ്ടാൽ ലറാകും എന്ന് തന്നെ. അപ്പൊ അതാ പറഞ്ഞ എന്താണ്, ഈ അത്തിയുള്ള കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മലയാളം പ്രസംഗിച്ചു കഴിഞ്ഞാൽ നീണ്ടുപോയാൽ എന്ത് വരും, മുവാലാത്ത് മുറിയ. അപ്പൊ ഖുത്ബ ബാത്തിലായി. അപ്പൊ പിന്നെ ഖുത്ബ ഇല്ലാണ്ട് നിസ്കരിക്കുക. ഖുത്ബ ഇല്ലാണ്ട് നിസ്കരിച്ചാൽ പിന്നെ ജുമഅല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ജുമഅല്ല നിസ്കരിക്കുന്നത്, വേറെന്തോ നിസ്കരിക്കുന്നതെന്നർത്ഥം. ജുമഅല്ല ളുഹ്റല്ല, വേറെന്തോ ഒരു നിസ്കാരം നിസ്കരിക്കുന്നത്. പിന്നെ അപ്പൊ ജുമഅ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, അറബിയിൽ ഓതുന്ന പള്ളിയിൽ തന്നെ കൂടണം എന്നർത്ഥം. വമനഅൽ മുവാലാത്ത, മുവാലാത്തിനെ തടയും. കസ്സുക്കൂത്തി ബൈനൽ അർക്കാനി ഇദാ താല, ഉണ്ടോ, റുക്കിനുകളുടെ ഇടയിൽ എന്താകും പോലെ, സാക്കിത്താകും പോലെ. റുക്കിനുകളുടെ ഇടയിൽ മിണ്ടാതെ നിന്നാൽ എന്താണ്, മുവാലാത്ത് മുറിയല്ലോ. എന്ന പോലെ അറബി അല്ലാത്ത ഓതിയാലും മുവാലാത്ത് മുറിയും എന്ന് എന്താണ് ഇബ്നു ഖാസിം അലൽ മൻഹജിൽ എഴുതിയിട്ട് വൽ ഖിയാസു അദമുൽ ലറരി മുത്ലഖൻ, എന്നാല് ഫസ്ല് തവീൽ ആയാലും ശരി ഇല്ലെങ്കിലും ശരി ലറർ ഇല്ല എന്നാണ് ഖിയാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ യുഫറഖു ബൈനഹു വബൈന സുക്കൂത്തി, അത് അലീഷ് ബ്രാഹ്മലിസി പറയാം ഇബ്നു ഖാസിം പറഞ്ഞതിനെതിരില്. പിന്നെ യുഫറഖു ബൈനഹു വബൈന സുക്കൂത്തി, അപ്പൊ സുക്കൂത്തും എന്ന പോലെ ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അല്ല പിന്നെ വ്യത്യാസം ഉണ്ട് എന്ന് വരും. അതെ അദ്മുല്ലറർ പറയുമ്പോ അബ്യന്നഫിസുക്കൂത്തി ഏറാളന്നൽ ഖുത്ബ ബിൽ കുല്ലിയ, അതായത് സാക്കിത്താകുന്ന സമയത്ത് റുക്കനിന്റെ ഇടയിൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്താവും, അത് പിന്നെ ഏറാളന്നൽ ഖുത്ബത്തി ബിൽ കുല്ലിയത്തി, കുല്ലിയത്തായിട്ട് പൂർണ്ണമായും എന്ത് ചെയ്യുക, ഖുത്ബയെ തൊട്ട് ഏറാൾ ചെയ്യുക, ഖുത്ബയെ അവഗണിക്കുക എന്നുള്ള വരും. ബിഖിലാഫി ഗൈരിൽ അറബി, അറബി അല്ലാത്തതിൽ എന്താണ് ഇപ്പൊ സംസാരിക്കുന്നതിൽ അങ്ങനെ വരൂല. ഫഇന്ന ഫീഹി വഅലം ഫിൽ ജുംല, അപ്പൊ അതിലെന്തുണ്ട്, ഫിൽ ജുംല വഅലുണ്ട് എന്ന് അലീഷ് ഇബ്രാഹിം പറഞ്ഞു. അപ്പൊ ഇമാം മുഹമ്മദ് റംലി പറഞ്ഞതിന് എതിരിലാണ് ഇപ്പൊ അലീഷ് ഇബ്രാഹിം പറഞ്ഞത്.
അപ്പൊ ഇമാം മുഹമ്മദ് റംലി എന്ന് പറഞ്ഞ ഷാരിഹാണല്ലോ. ഇബ്നു ഹജർ റഹിമഹുള്ളയും എന്ന പോലെ ഇമാം മുഹമ്മദ് റംലി അവരൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരിൽ പിന്നെ ഹാഷിയക്കാർ പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കും, അതിനെതിര് പറഞ്ഞാൽ സ്വീകരിക്കില്ല. അവിടെ ഇത്തിഫാക്ക് വേണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഇമാം മുഹമ്മദ് റംലി റഹിമഹുള്ള പറഞ്ഞാണ് ഷാഫി മദ്ഹബില് അവിടെ റാജി. ഇബ്നു ഹജർ റഹിമഹുള്ള അതിനെതിര് പറഞ്ഞിട്ടില്ല. ഇബ്നു ഹജർ റഹിമഹുള്ളയെ കുറിച്ച് ആ വിഷയത്തിൽ നക്കലുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ആശയക്കാരുടെ അടുത്ത് നോക്കുമ്പോൾ ഇബ്നു ഖാസിമും അലി ശബ്റാമിൽ സീൻ താറുള്ളായാലോ അവര് അഭിപ്രായ വ്യത്യാസം വന്നറിഞ്ഞാൽ ഇബ്നു ഖാസിമിനെ മുന്തിക്കും എന്നാണ് എൻ്റെ ഓർമ്മ. തെർഷീന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി അവരത് നോക്കുക തന്നെ ഇല്ല. ഇത് മുഹമ്മദ് റംലി ഇമാം റംലി എന്ത് പറഞ്ഞു? ഇത് മുവാലാത്തിനെ മുറിക്കും എന്ന് പറയുമ്പോൾ ഹുത്തുബ പാസിതാവും. അപ്പോ എന്താണ് ഇപ്പൊ നടക്കുന്ന ഇങ്ങനെ ഹുത്തുബ പരിഭാഷകളൊക്കെ എന്ത് ചെയ്യുക, അർക്കാനുകൾ ഇങ്ങനെ ആദ്യം പറയാണ്, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് വസിയത്തും ബിത്തഖ്വ കഴിഞ്ഞിട്ട് ഇങ്ങനെ മലയാളത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ മുവാലാത്ത് മുറിയും, അവിടെ ഹുത്തുബ ഉണ്ടാവില്ല, അപ്പൊ ജുമ ഉണ്ടാവില്ല, നിസ്കാരം ഉണ്ടാവില്ല. അങ്ങനെയാണ്. പിന്നെ വേറെന്തോ ഒരു നിസ്കാരമായിരിക്കും. അപ്പൊ അങ്ങനെ വരും എന്നർത്ഥം. അപ്പോ ഫൈന്ന ഫീഹി വഅലം ബിൽ ജുംലത്തി എന്ന് ഈ പറഞ്ഞ പിന്നെ അലീഷ് ഇബ്രാഹിംലിസി ഈ ഫർക്ക് പറഞ്ഞ അനുസരിച്ച് എന്ത് വരും? ഞാൻ ആദ്യം പറഞ്ഞതിന് എതിര് വരും. അതായത് വസിയ്യത്തും ബി തഖ്വയിലും എന്തുണ്ട്, താബിഉം മത്ബൂഉം ഉണ്ട് എന്ന് അത് തോന്നിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. അപ്പോ ഞാൻ ആദ്യം ദൂനമ അദാഹ എന്ന് പറഞ്ഞ ഖത്തറല്ലി എന്ന് പറഞ്ഞതിന് എതിരാണ് ഈ പറയുന്നത്. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം ഖത്തറല്ലി അനിസ്സഹാബത്തി എന്ന് ഉദാഹരണം പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? അങ്ങനെ വസിയത്തും ബി തഖ്വയില് താബിഉം മത്ബൂഉം ഇല്ല, അത് മുഴുവൻ എന്ത് തന്നെയാണ്, ആ റുക്നാണ് എന്നാണ്. അതിന് ഒരുപാട് നളിയറുണ്ട്. പിന്നെ അല്പം ചെയ്താലും മതിയാകും എന്നുണ്ടെങ്കിലോ തല അല്പം തടകും പോലെ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ എന്ന പോലെ വരും. ഈ പറഞ്ഞതിന്റെ അത് എതിരുമാണ്. അപ്പൊ അവര് സരീഹായ ഉദാഹരണം പറഞ്ഞതല്ലേ നമ്മൾ സ്വീകരിക്കുക. അപ്പൊ അതാണ് മാദൽ അർക്കാൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അതാണ്. ഇനി എന്താണ് ഇവിടെ പിന്നെ വസിയ്യത്തും ബി തഖ്വയിൽ ഇങ്ങനെ അർക്കാൻ അല്ലാത്തതുണ്ട്, റുക്കനല്ലാത്തതുണ്ട്. അതായത് അത്തിയുള്ള അല്ലെങ്കിൽ ഉസീക്കും ബി തഖ്വ കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്താണ്, റുക്കനല്ല. അതിൽ എന്താകാം, അറബിയത്ത് ഷർത്തില്ല എന്ന് പറഞ്ഞാൽ തന്നെ ആ അറബിയത്ത് ഷർത്തിന്റെ ഭാഗത്തിലൂടെ ഫസാദ് വരാതിരിക്കുള്ളൂ. മുവാലാത്ത് മുറിഞ്ഞ് എന്നുള്ള നിലക്ക് ഫസാദ് വരും. അപ്പൊ നീട്ടി പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ഈ ദൂനമായ ദാഹ എന്ന് പറഞ്ഞത് പലരും എന്ത് ചെയ്യാതെ മനസ്സിലാക്കാതെ അറബി അല്ലാതെ എന്ത് ചെയ്യുക. അപ്പൊ പൊതുവെ മുസ്ലിം നാടുകളിലൊക്കെ അങ്ങനെ സുന്നികളായി പറയുന്നവർ തന്നെ ഖുതുബ പരിഭാഷ നടത്തുന്ന ആൾക്കാരാ. അത് ശരിയാവില്ല. അവർക്ക് ജുമസ്കാരം ഷാഫി മദ്ഹബിലെ റാജി അനുസരിച്ച് അവർക്ക് ജുമസ്കാരം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അങ്ങനത്തെ അടുത്ത് കൂടിപ്പോയാൽ ദൂരസ്കരിക്കണം. പല നാട്ടിലും ചെല്ലുമ്പോൾ അറബി നാടുകളിൽ പോകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. പൊതുവെ നമ്മളെ പോകുന്നവരൊക്കെ അറബി നാടുകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വിഷമല്ല. അറബി നാടുകൾ അല്ലാത്തടത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താക്കും, ഇങ്ങനത്തെ ഖുതുബയെ പല സ്ഥലത്തും കിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്ത് ലോറ് മടക്കി സ്കരിക്കണം അതിൽ കൂടിയാൽ. അല്ലെങ്കിൽ അത് വാസിദായ ജുമയായതുകൊണ്ട് അതിൽ കൂടണ്ട, ലോറ് സ്കരിക്കാൻ വേണ്ടിയത്. അങ്ങനെ മസല വരിക. പിന്നെ ഇനി അപ്പോ ഇല്ലം യകുൻ ഫീഹിം മൻ യുഹ്സിനുഹാ. അപ്പൊ അറബിയില് പറയണം എന്ന് പറയുമ്പോ അറബി പിന്നെ പറയുന്ന ആളില്ലെങ്കിലോ, ഇല്ലം യകുൻ ഫീഹിം മൻ യുഹ്സിനുഹാ, അറബി അറിയുന്ന ആളില്ലെങ്കിൽ ആ കൂട്ടത്തില് വലം യുംകിൻ തഅല്ലുമുഹ, അറബി പഠിക്കല് എന്താണ് സൗകര്യപ്പെട്ടതുമില്ല, ഖബല ലീഖിൽ വക്തി, സമയം കുടുസാകുന്നതിന്റെ മുമ്പ്, ഖതബ മിൻഹും വാഹിദും ബിലിസാനിഹിം, അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ഖുതുബോധനം ബിലിസാനിഹിം, അവരുടെ ഭാഷയിൽ. അവരുടെ ഭാഷ പിന്നെ അവർക്കറിയുമല്ലോ. വഇന്നംകന തഅല്ലുമുഹ, അപ്പോ മുംകിനാണെങ്കിൽ തഅല്ലുമുഹ പഠിക്കല് സൗകര്യമായെങ്കിൽ, വജബ അലാ കുല്ലി മിൻഹും, അവരുടെ എല്ലാവരുടെയും മേല് പഠിക്കൽ നിർബന്ധമാണ് എന്നാ. എല്ലാവരും പഠിക്കണം, അയലിലുള്ള എല്ലാവരും പഠിക്കണം. എല്ലാവരും പഠിക്കണം എന്ന് പറഞ്ഞാൽ ഫർള് കിഫായ ആയിട്ട് പഠിക്കണം എന്നർത്ഥം. ഒരാൾ പഠിച്ചാൽ എന്തായി, സാക്കിത്തായി, ബാക്കിയുള്ളവരുടെ മേലുള്ള ഉജൂബ്. അങ്ങനെയുള്ള ഫർള് കിഫായ എന്ന് പറയുമ്പോൾ ഫൈൻ മലത്ത് മുദ്ദത്ത് ഇംകാനി തഅല്ലുമി വാഹിദിൻ മിൻഹും, അപ്പോ അവരിൽ നിന്നുള്ള ഒരാൾ പഠിക്കാനുള്ള സൗകര്യത്തിന്റെ സമയം കഴിഞ്ഞു കടന്നാൽ, ഒലമ്യത്താലും ഒരാൾ പഠിച്ചതുമില്ല, അസൗ കുല്ലുഹും എല്ലാവരും കുറ്റക്കാരാകും, വലാ ജുമാഅത്തലഹും എല്ലാവരും കുറ്റക്കാരാകുന്ന മാത്രമല്ല ജുമാസ്കരിക്കാൻ കഴിയൂലല്ലോ.
അവരുടെ ഭാഷയിൽ എന്താണ് ജുമാസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അത് പഠിക്കാൻ സൗകര്യമില്ലെങ്കിലേ അങ്ങനെ ഓതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർക്ക് ജുമാ ഇല്ല. വല ജുമായത്തല, ഒരു ജുമാസ്കരിക്കാൻ കഴിയൂല. ബൽ യുസല്ലൂൻ ളുഹ്റ, പിന്നെ ഒരു ളുഹ്റസ്കരിക്കണം. ഇനി തഗ്ലീത്തുൽ അസ്നവി, ഇമാം അസ്നവി റഹിമഹുല്ലാഹ് ഗലത്താണ് എന്ന് പറഞ്ഞു. എന്തിന്? ഖൗലി റൗള, റൗളന്റെ കൗലിനെ ഗലത്താന്ന് പറഞ്ഞു. എന്താ റൗളന്റെ കൗല്? കുല്ലിൻ എന്ന് പറഞ്ഞത്. ഇത് വജബാല കുല്ലിൻ മിൻഹും എന്ന് പറഞ്ഞാൽ കുല്ലിൻ എല്ലാവർക്കും നിർബന്ധമാണെന്നാണല്ലോ പറഞ്ഞത്. ഒരാൾ നിർബന്ധമാണെന്നല്ല. അപ്പൊ എല്ലാവർക്കും നിർബന്ധമാണെന്ന് പറഞ്ഞതിനെ കൊലത്താക്കിയത് ഹുവൽ കൊലത്തു, അതാണ് കൊലത്ത്, അതാണ് തെറ്റിയത്. കാരണം എന്താ? ഫൈനത്താലുമാ, കാരണം ഈ അറബി പഠിക്കല് ഫർളു കിഫായത്തിന്, അത് ഫർള് കിഫായാണ്. യുഹാത്തബു ബിഹിൽ കുല്ലു, അതുകൊണ്ട് എല്ലാവർക്കുമാണ് ഖിതാബ് ഇടപെടുക. ഫർള് കിഫായന്റെ ഷെയ്ൻ അങ്ങനെയല്ലേ, എല്ലാവരോടും ഖിതാബ് ഉണ്ടാവും, കൽപ്പന ഉണ്ടാവും. അലല്ല സഹിയ അനുസരിച്ച് വയസ്കുത്തു ബി ഫേലിൽ ബാലി, ബാല് ചെയ്താൽ സാക്കിത്താകുകയും ചെയ്യും. അങ്ങനെയാ. ഇനി ഫായിദത്തുഹാബിൽ അറബിയത്തി, അറബി ഭാഷയിൽ ഖുത്ബ പോകുന്നതിന്റെ ഉപകാരം എന്താ? മാദിമി മാരിഫത്തിഹിം ലഹ, ഇവർക്ക് അറബി ഭാഷ അറിയില്ല, അത് മനസ്സിലാവൂല. ഇങ്ങനെ കേട്ടാൽ അറബിയാണെന്ന് അറിയുമെന്നല്ലാതെ അതിന്റെ ആശയം വായന അറിയാതിരിക്കലോടുകൂടെ അറബിയിൽ ഖുത്ബ ഓതുക എന്നതിന്റെ ഫായിദ, ഉപകാരം അല്ലിൽമു അറിയലാണ്. ബിൽ വഅലി ഫിൽ ജുംല, വഅല പറയുന്നതെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. ഉസീക്കും ബി തഖ്വല്ലാഹ് എല്ലാവർക്കും അറിയാമല്ലോ. ഒരാഴ്ച അത് പറയാതിരുന്ന് നോക്കണോ? അപ്പോൾ ജനങ്ങൾക്ക് അറിയും. അപ്പോൾ അത് ഖത്തീബിന് മനസ്സിലാവും ജനങ്ങൾക്ക് തിരിയുന്നുണ്ട് എന്നുള്ളത്. ഉസീക്കും വയ്യായ ബി തഖ്വല്ലാഹി എന്നൊരാഴ്ച പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ജനങ്ങൾ പറയും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ മനസ്സിലായല്ലോ ജനങ്ങൾക്ക് തിരിയുന്നുണ്ട്. ആ തിരിയലാണ് എന്ത് വേണ്ടിയത്, അത്ര മതി. അല്ലിൽമു ബിൽ വഅലി ഫിൽ ജുംല, ഫിൽ ജുംല എന്ന് പറഞ്ഞാൽ വിശദമായി എന്താണ് ഓരോ കാര്യങ്ങളും എന്താ പറഞ്ഞെന്ന് വേണ്ട, പറയുന്നത് വയലാണെന്ന് മനസ്സിലായാൽ മതി. അതിങ്ങനെ ഖൗഫോടുകൂടെ എന്ത് ചെയ്യുക, അങ്ങനെ കേട്ടിരിക്കുക, മിണ്ടാതിരിക്കുക, അതന്നെ വേണ്ടി. ഖാലിഹുൽ ഖാലി ഹുസൈൻ റഹിമഹുള്ളാണ് അത് പറഞ്ഞത്, ഈ ഫായിദ പറഞ്ഞത്. വനല്ലറ ഫീഹി ഷാരിഹും ബിമാ ലാ യസിഹു, ഈ പറഞ്ഞതിന് ഒരു ഷാരിഹ് നളർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ നളർ ബിമാ, ഒരു കാര്യമാണ് നളറായി ഉദ്ധരിച്ചത്, പറഞ്ഞത് ലാ യസിഹു, ആ ഒരു കാര്യം സഹീഹല്ല. അമ്മ ഈജാബു, അപ്പോ ഖാലി ഹുസൈൻ റഹിമഹുള്ള ആ പറഞ്ഞ ഫായിദ ശരി, പക്ഷെ അദ്ദേഹം ചെയ്ത് ഖത്തീബിന് അതിന്റെ അർക്കാൻ മനസ്സിലാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അമ്മ ഈജാബു അനിയൽ ഖാലി, ഖാലി ഹുസൈൻ റഹിമഹുള്ള നിർബന്ധാക്കിയത് ഫഹ്മൽ ഖത്തീബി, ഖത്തീബിന് മനസ്സിലാകണം എന്നതിനെ നിർബന്ധാക്കിയ അർക്കാനിഹ, ആ ഖുതുബയുടെ അർക്കാനുകൾ മനസ്സിലാകണം. ഫമർദൂദുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മാന മനസ്സിലാകണം എന്ന് പറഞ്ഞാൽ ഈജാബാകുന്നത് ഫമർദൂദുൻ, അത് തള്ളപ്പെട്ടതാണ്. ബി അന്നഹു, എന്തുകൊണ്ട് തള്ളപ്പെട്ടു? ബി അന്നഹു യജൂസു അയ്യ ഉമ്മ, ആ ഖത്തീബ് അയാൾക്ക് ജായിസാണ് ഇമാമ് നിൽക്കൽ. വൈല്ലം യാരിഫു മാനൽ ഖിറാഅത്തി, ഖിറാഅത്തിന്റെ മാന അറിയുന്നില്ലെങ്കിലും, ഫാത്തിഹയുടെ മാനയൊന്നും അറിയുന്നില്ല, എന്നാൽ ഇമാമൊന്നൂടെ. ഫാത്തിഹ റുക്നല്ലേ, എന്ന പോലെ അതിന്റെ മാന അറിയാതെ നിസ്കരിക്കാമെന്നുണ്ടെങ്കിൽ ഖുത്ബന്റെ അർക്കാനുകളുടെ മാന അറിയാതെ നിസ്കരിക്കുക എന്ന് വരും. വസവാവും വിദാലിക മൻഹു മിനൽ അർബഈൻ വസായിദു അലൈഹിം, ഈ അർക്കാനുകൾ അറിയണ്ട എന്നിപ്പോ പറഞ്ഞല്ലോ, അറിയണ്ട എന്ന വിഷയത്തില് തുല്യമാണ്. 40 പെട്ട ആളാണ് ആ ഇമാമ് എന്നതും തുല്യമാണ്. വസായിദു അലൈഹിം 40 പുറത്തുള്ള ആളാണ് എന്നതും ശരി, തുല്യമാണ്. രണ്ടായാലും ശരി അയാള് മാന അറിയണമെന്നില്ല. വയുസ്തറത്തു, ഇനി എന്താണ് ഈ പറഞ്ഞ ആദ്യത്തെ 3 റുക്നുകൾ തെർത്തീബാക്കണം എന്നാ പറയുന്നത്. പക്ഷെ തെർത്തീബ് വേണ്ട എന്ന ഇസ്തിദ്റാക്ക് നവീമാമ് ശേഷം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാ വയുസ്തറത്തു അലാ ഖിലാഫിൽ മുഅ്തമദില്ലാത്തി ഖരീബൻ, അടുത്തതായിട്ട് ഖരീബായിട്ട് എന്താണ് വരുന്ന മുഅ്തമദിന്റെ ഖിലാഫിന്റെ മേലെടുത്തിട്ട് ഷർത്താണ് തെർത്തീബ് എന്നാ. കൗനുഹു മുറത്തബത്തൽ അർക്കാനി, ഖുത്ബയായിരിക്കുക മുറത്തബത്തൽ അർക്കാനി സലാസത്തിൽ ഉവൽ, ആദ്യം പറഞ്ഞ 3 റുക്നുകൾ തെർത്തീബായിട്ടുള്ളതായിരിക്കുക. അപ്പൊ തെർത്തീബ് ഷർത്തില്ലാന്ന് ശേഷം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അല ഖിലാഫിൽ മുഅ്തമദി എന്ന് പറഞ്ഞത്. ഫയബ്ദഉ, അപ്പൊ അങ്ങനെ തെർത്തീബാകണം എന്ന് പറയുമ്പോൾ ഫയബ്ദഉ, അപ്പൊ ഖത്തീബ് തുടങ്ങണം. ബിൽ ഹംദി, ഹംദ് കൊണ്ട് തുടങ്ങണം. ഫസ്സലാത്തി, പിന്നെ സ്വലാത്തി അല്ലാണ്. ഫൽ വസിയ്യത്തി, പിന്നെ വസിയ്യത്ത് പറയണം. ലിഅന്നഹുല്ലദീ ജറ അലൈഹി നാസു, കാരണം അങ്ങനെയാണ് നാസ് എന്ന് പറഞ്ഞാൽ സലഫും ഖലഫും അല്ലെ, അവരങ്ങനെയാണ് നടന്നിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്. വലാ തെർത്തീബ ബൈനൽ അഖീറൈനി, ഈ ആദ്യത്തെ 3ന്റെ ഇടയിൽ തെർത്തീബ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2ന്റെ ഇടയിൽ തെർത്തീബ് വേണോ? അതുകൊണ്ട് ആയത്തോതുക,
എന്ന പോലെ എന്താണ് ദുആരക്കുക എന്ന് പറഞ്ഞല്ലോ, അത് രണ്ടിന്റെ ഇടയിൽ തർത്തീബില്ല. വല ബൈനഹുമാ വ ബൈന സലാസത്തി, ആ രണ്ടിന്റെയും ഈ മൂന്നെണ്ണത്തിന്റെയും ഇടയിൽ തർത്തീബില്ല. അപ്പൊ മൂന്നിന് മുമ്പ് എന്താക്കി ഈ രണ്ടും പറഞ്ഞു, എന്നാലും എന്താ കുഴപ്പമില്ല, ആയത്തോതിയിട്ടാണ് ഹംദ് പറഞ്ഞ കുഴപ്പമില്ല. അത് ശേഷം വരുന്ന എന്താണ് ഖിലാഫിൽ അത് വിട്ടിട്ടില്ല എന്നർത്ഥം. വഅലൽ മുഅ്തമദി, നേരത്തെ മുഅ്തമദിന്റെ എതിരിൽ ഷർത്താന്ന് പറഞ്ഞു. അപ്പൊ ഈ ബഅദ സവാലിന്റെ ശേഷാകുക എന്ന് പറഞ്ഞതോ അത് മുഅ്തമദ് അനുസരിച്ച് തന്നെ. അതുകൊണ്ടാണ് വഅലൽ മുഅ്തമദി, മുഅ്തമദ് അനുസരിച്ച് കൗനുഹ ഖുതുബ ആയിരിക്കണം, ബഅദ സവാലി സവാലിന്റെ ശേഷായിരിക്കണം, ലില്ലിത്തിബായി. ഇനി വയുസ്തറത്തുൽ ഖിയാമു ഫീഹിമാ, അത് രണ്ടിലും എന്താണ് നിൽക്കലും ഷർത്താണ്. ഇൻ ഖദറ, നിൽക്കാൻ കഴിയുമെങ്കിൽ. അപ്പൊ നിന്നിട്ട് ഖുതുബ ഓതണം. ബിൽ മാന സാബിഖ്, ആ കുദറത്ത് ഖദറ എന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞ മാന അനുസരിച്ച് ഫീ ഖിയാമി ഫർളി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഫർള് ആയ നൃത്തത്തിൽ മുമ്പ് കഴിഞ്ഞല്ലോ, എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാനോ താങ്ങി നിർത്താനോ ഒക്കെ കഴിയുമെങ്കിൽ അതൊക്കെ മതിയെന്ന് പറഞ്ഞു. ഫൈൻ അജസ, അപ്പോ ആ എന്താണ് ഖിയാമിന് സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ സാധിക്കാതിരിക്കുക? ബിൽമാന സാബിഖ്, മുമ്പ് പറഞ്ഞ മാന അനുസരിച്ച് സാധിക്കുന്നില്ലെങ്കിൽ സമ്മ, അവിടെ തന്നെ, അവിടെ എന്ന് പറഞ്ഞത് നിസ്കാരത്തിന്റെ ഫർളായ ഖിയാമിന്റെ അവിടെ പറഞ്ഞനുസരിച്ച് അജ്സ് വന്നാൽ ജലസായിരിക്കണം, ഇരുന്നിട്ട് ഖുതുബ ഓതണം. പിന്നെ വല്ലൗല അൻ യസ്തഖ്ലിഫ ഫഇൻ അജസ ഫകമാ മറ സമ്മ. നല്ലത് അൻ യസ്തഖ്ലിഫ, പകരം വേറൊരാളെ ആക്കലാണ്. പിന്നെ വല്ലൗല അൻ യസ്തഖ്ലിഫ, വല്ലൗല അൻ യസ്തഖ്ലിഫ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ പൊതുവേ ഈ ഖുതുബ ഓതി നിസ്കരിക്കുന്ന ആൾ ആരായിരിക്കും? അയാൾ ഖലീഫ ആയിരിക്കുമല്ലോ, സുൽത്താനൊക്കെ ആയിരിക്കുമല്ലോ അല്ലെ. ഇമാമത്തിന് ഔലയായ ആളായിരിക്കും എന്ത് ഖുതുബ ഓതുക അല്ലെ. അപ്പൊ ഈ ഇമാമത്തിന് ഔലയായ ആളിന് ഇങ്ങനെ നിൽക്കാൻ കഴിയാത്ത ആളാ, ഇരുന്ന് നിസ്കരിച്ചാലും മതിയല്ലോ. അപ്പോ അയാൾ എന്ത് ചെയ്യണ്ട, ഖുതുബ ഓതണ്ട, വേറൊരാളിനെ ഏൽപ്പിക്കല നല്ലത്. നിസ്കരിക്കല് ഇയാൾ ഔല എന്നുള്ള നിലയ്ക്ക് ഇയാൾ നിസ്കരിച്ചോട്ടെ, അതായിരിക്കണം വല്ലൗല അൻ യസ്തഖ്ലിഫ എന്ന് പറഞ്ഞ. ഫൈൻ അജസ ഫകമാ മറ സമ്മ, അപ്പോ പിന്നെ അയാൾ ആജിസാണെങ്കിലോ, അപ്പൊ ഫകമാ മറ സമ്മ അവിടെ പറഞ്ഞ പോലെ. ഫകമാമറ ഫൈൻ അജസ എന്ന് പറഞ്ഞാൽ ഇരിക്കാനും കഴിയില്ലെങ്കിൽ, ഇരിക്കാനും കഴിയില്ലെങ്കിൽ എന്നാ ഫൈൻ അജസ എന്ന് പറഞ്ഞാൽ. അപ്പൊ പിന്നെ അവിടെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാല് ചെരിഞ്ഞു കിടന്നിട്ട് ഖുതുബ ഓതണോ, ചെരിഞ്ഞു കിടന്ന് ഖുതുബ ഓതാൻ കഴിയില്ലെങ്കിൽ മലർന്ന് കിടന്ന് ഖുതുബ ഓതണോ, അതാണെന്ത് ഫകമാമറ സമ്മ എന്ന് പറഞ്ഞത്. ഇനി വൽ ജുലൂസ് ബൈനഹുമ, രണ്ട് ഖുതുബന്റെ ഇടയിൽ എന്താണ് ആ ഇരിക്കല്, അതും എന്താണ് ഷർത്താണ്. യുസ്തറത്തു അൽ ഖിയാമു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ വൽ ജുലൂസ് ഇരിക്കലുമായ തുമൈനീനത്തി ഫീഹി, അതിൽ തുമൈനീനത്ത് വേണം. പിന്നെ ബൈനഹുമ, രണ്ട് ഖുതുബന്റെ ഇടയ്ക്ക് ഇരിക്കലും ഷർത്താണ്, തുമൈനീനത്തുമാണ്. ലിൽ ഇത്തിബായി സാബിത്തി ഫി മുസ്ലിമിൻ വഗൈരിഹി, മുസ്ലിമിലും വഗൈറിലും സ്ഥിരപ്പെട്ട ഇത്തിബായിന് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫീലിന് വേണ്ടി നടത്താം. വയജിബു അലാ നഹ്വിൽ ജാലിസിൽ ഫസ്ലു ബി സക്തത്തിന്, അപ്പൊ ഇരുന്ന് ഖുതുബ ഓതാണ് എന്നുണ്ടെങ്കിൽ അയാളെങ്ങനെ ഫസ്ലാക്കുക? അതാ ബി സക്തത്തിൻ, കുറച്ചു സമയം മിണ്ടാതിരുന്നിട്ട് രണ്ട് ഖുതുബന്റെ ഇടയിൽ ഫസലാക്കൽ നിർബന്ധമാണ്. ഇരിക്കുന്ന പോലത്തെ ആള് എന്ന് പറഞ്ഞാൽ നഹ്വിൽ ജാലിസി, ഇരിക്കുന്ന പോലത്തെ ആളാണ്, കിടന്നിട്ട് ഖുതുബ പോകുന്ന ആൾ നമ്മൾ പറഞ്ഞല്ലോ. വലാ യുജ്സി അൻഹുൽ ഇൽതിജാഉ അൻഹ, വലാ യുജ്സി അൻഹ, ആ സക്തത്തിന് പകരം മതിയാവൂല അൽ ഇൽതിജാഉ, ചരിഞ്ഞു കിടന്നാ പോരാ. ഇരിക്കുന്ന ആള് എന്ത് ചെയ്തു, ഇടക്ക് ആ ഖുതുബ നിർത്താതെ ഒന്ന് ചരിഞ്ഞു കിടന്നു, അതുപോരാ, എന്ത് വേണം, സക്തത്ത് തന്നെ വേണം എന്നാ. വലാ തജിബു നിയ്യത്തുൽ ഖുതുബത്തി, ഖുതുബയെ നിയ്യത്ത് ചെയ്യണം, അതിന്റെ ആവശ്യമില്ല. ബൽ അദ്മുസ്സാരിഫി ഫീമാ യദ്ഹറു, മതി അദ്മുസ്സാരിഫി, സാരിഫ് എന്താണ് പിന്നെ ഇല്ലാതിരിക്കുക എന്നത് മതി, ഫീമാ യദ്ഹറു,
ലാഹിറാകുന്നതനുസരിച്ച് സാരിഫ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. ഖുതുബ എന്നത് അല്ലാത്ത മറ്റൊന്നിലേക്ക് തിരിക്കാതിരുന്നാൽ മതിയെന്ന്. വഫിൽ ജവാഹിരി, ജവാഹിറിൽ പറഞ്ഞു, കിതാബുൽ ജവാഹിറിൽ പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞു? പിന്നെ ലൗലം യജ്ലിസ്, ഇയാൾ ഇരുന്നിട്ടില്ലെങ്കിൽ ഹുസിബത്ത വാഹിദത്തിന്, അപ്പൊ ഇടയ്ക്ക് ഇരുന്നില്ലെങ്കിലോ, ഇരിക്കാതെ ഹംദും സലാത്തെല്ലാം പറഞ്ഞ ആയത്തൊക്കെ ഓതി, പിന്നെ രണ്ടാമത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതും ഹംദും സലാത്തൊക്കെ പറഞ്ഞ് 2 ഖുതുബന്റെ റുക്നെല്ലാം അങ്ങ് വീട്ടി, ഇടയ്ക്ക് ഇരുന്നിട്ടില്ല. എന്നാൽ ഹുസിബത്ത വാഹിദത്തിന് രണ്ടും കൂടി ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. ഫയജ്ലിസു, അപ്പം എന്താക്കണം? രണ്ടും ഒന്നായി കണക്കാക്കുമ്പോൾ രണ്ടും പറഞ്ഞു കഴിഞ്ഞ് ഓതി കഴിഞ്ഞ് ഇനി ഇരിക്കണം, അതിന്റെ ശേഷം ഇരിക്കണം. ഫയജ്ലിസു, അപ്പൊ ഉടനെ ഇരിക്കണം. വയത്തി ബിസാലിസത്തിൻ, മൂന്നാമതൊരു ഖുതുബ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ഇരിക്കാൻ മറന്നുപോയതാന്ന് വെച്ചോളി. ഒരു ഖത്തീബ് ഇടയ്ക്ക് ഇരിക്കാൻ മറന്നുപോയി. അങ്ങനെ ഒരു വാക്യത്ത് കേട്ടിരുന്നു ഞാൻ, മറന്നുപോയി. എന്നാ എന്ത് ചെയ്യുക? രണ്ടാമത്തെ തീരുമ്പോഴത്തേക്കാ ഞാൻ എന്ത് ചെയ്തില്ല, ഇരുന്നില്ലല്ലോ എന്ന് ഓർമ്മയത്. എന്നാൽ ഇരുന്നിട്ട് എഴുന്നേറ്റ് ഒരു ഖുതുബയും കൂടി അങ്ങ് ഓതിയാൽ മതി എന്നർത്ഥം. വയത്തി ബിസാലിസത്തിൻ ഐ ബേത്തിബാരി സൂറത്തി, മൂന്നാമത്തേത് എന്ന് പറഞ്ഞത് ആദ്യത്തെ രണ്ടും ഒന്നായി കൂട്ടും പറഞ്ഞാൽ പിന്നെ ഇത് മൂന്നാമത്തെ ആകുന്ന എങ്ങനെ? ഐ ബേത്തിബാരി സൂറത്തി, സൂറത്ത് വള്ള നോക്കിയിട്ട് മൂന്നാമത്തേത് ഇല്ല. അങ്ങനെ സൂറത്ത് എഴുത്തിബാർ ചെയ്യുന്നില്ല, ഹഖീഖത്താണ് എഴുത്തിബാർ ചെയ്യുന്നതെങ്കിൽ ഫഹിയ സാനിയത്തു, അത് രണ്ടാമത്തെ ഖുതുബയാണ്. ലിഅന്നല്ലത്തി കാനത്ത് സാനിയത്തൻ, കാരണം രണ്ടാമത്തതായിരുന്ന ഒരു ഖുതുബ സാറത്ത് ബഅലൻ, അത് ബഅലായി തീർന്നു, ഭാഗമായി തീർന്നു. മിനലൂല, ഒന്നാമത്തതിന്റെ ഭാഗമായി തീർന്നു. അപ്പൊ പിന്നെ എന്തായി? ഇതിപ്പോ രണ്ടാമത്താണ്. ഫലാ നളറ ഫി കലാമി, അപ്പൊ ജവാഹിർ, കിതാബുൽ ജവാഹിറിന്റെ കലാമിൽ നളറില്ല, അതിൽ ഫസാദൊന്നുമില്ല, പറഞ്ഞ ശരി തന്നെ. ഖിലാഫൻ ലിമൻ സഅമഹു യതി ബി സാലിസത്തിൻ എന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ചിലർ നളറ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നളറുണ്ട് വാദിച്ചിട്ടുണ്ട്. അതിൽ നളറൊന്നുമില്ല, അത് സൂറത്തുള്ള നോക്കിയിട്ട് എന്നാ. അപ്പൊ യതി ബി സാലിസത്തിൻ എന്ന് വരെയാണ് അതിലുള്ളത്. പിന്നെ അതിൽ കുഴപ്പമില്ല. നാം ഇൻകാനൻ നളറു ഫീഹി, ആ കലാമിൽ ജവാഹിറിന്റെ കലാമിൽ നളറുള്ളത് മിന്നൈസു ഇത്ലാഖുഹു സാനിയത്ത, രണ്ടാമത്തതിനെ ഇത്ലാഖാക്കി എന്ന നിലക്കാണെങ്കിൽ, അഷാമിലത്ത, ആ രണ്ടാമത്തത് ഉൾക്കൊള്ളുന്നതാണ്. എന്തിനെ ഉൾക്കൊള്ളുന്നു? ലിനഹവി ദുആഇ ലിസുൽത്താനി, സുൽത്താന്മാർക്ക് ദുആ അടക്കം ഉൾക്കൊള്ളുന്നതാണല്ലോ രണ്ടാമത്തെ ഖുതുബ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞു. ഫലഹു ഇത്തിജാഹുൻ, ആ പറഞ്ഞ നളറിന് ന്യായമുണ്ട്. മിന്നൈസു ബുഅ്ദ് ഇൽഹാഖിഹി ബില്ലൂല. പിന്നെ അപ്പൊ മൂന്നാമത്തത് എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല. പിന്നെ ഐബി എത്തിബാരി സൂറത്തി എന്ന് പറഞ്ഞത് ഇത്ലാഖുഹു, പിന്നെ ഐബി എത്തിബാരി സൂറത്തി എന്ന് പറഞ്ഞ ജവാഹിറിന്റെ കലാമിൽ പെട്ടതല്ല. ഇനി ഇത്ലാഖുഹു അസാനിയത്ത അഷാമിലത്ത ലിഅന്നല്ലത്തി കാനത്ത് സാനിയത്തന്ന, അവിടുന്ന് ഇങ്ങോട്ട് എന്താണ്? വയത്തി സാലിസത്തിൻ എന്ന് പറഞ്ഞിട്ട് ലിഅന്നല്ലത്തി കാനത്ത് സാനിയത്തൻ സാറത്ത് ബഅലൻ, അത് എന്താണ്? ജവാഹിറിന്റെ കലാമാണ്. ലിഅന്നല്ലത്തി മുതൽ. അപ്പൊ വയത്തി സാലിസത്തിൻ കഴിഞ്ഞിട്ട് പിന്നെ ലിഅന്നല്ലത്തിന്നാ. അതിന്റെ ഇടയ്ക്ക് ഐബി എത്തിബാരി സൂറത്തി ഇല്ല ഫഹിയ സാനിയത്തു എന്നുള്ളത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അതിന്റെ ഇടയ്ക്ക് കൂട്ടിയതുവാ. അപ്പൊ ഇവിടെ കാനത്ത് സാനിയത്തൻ എന്ന് പറഞ്ഞാൽ അതിന് സാനിയത്ത് എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് എഴുത്തിറാളെങ്കിൽ ഫലഹു ഇത്തിജാഹുൻ മിന്നൈസു ബുഅ്ദ് ഇൽഹാഖിഹി ബില്ലൂല, അതിന് എന്താണ്? ഒന്നാമത്തേനോട് ചേർക്കൽ പ്രയാസമാണല്ലോ, അത് ബഈദാണ്. മഅൽ ഇജ്മാഇൽ ഫഇലിയി, ഫഇലിയായ ഇജ്മാ ഉള്ളതോടുകൂടെ പ്രത്യേകിച്ചും അലാ അന്നഹ ഗൈറു മഹല്ലിഹി, എന്തിന്റെ മേൽ ഇജ്മാ ഉണ്ട്? അലാ അന്നഹ, പിന്നെ അലാ അന്നഹ എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ഖുതുബ ലൈസ, അതല്ല, എന്താണ്? ഗൈറു മഹല്ലിഹി, ദുആഇന്റെ മഹല്ലല്ല. അല അന്ന ഒന്നാമത്തെ ഖുതുബ ഗൈറു മഹല്ലിഹി,
ഈ ദുആന്റെ മഹല്ല് അല്ല എന്നുള്ളത് എന്താണ്, രണ്ടാമത്തേൽ ചേർക്കണം എന്നാണല്ലോ. അപ്പൊ അതിന് പിന്നെ ഈ ദുആ ഉള്ളത് എങ്ങനെ ഒന്നാമത്തേനോട് ചേർക്കുക? ആ നിലക്കാൻ അലറ് എന്നുണ്ടെങ്കിൽ അതിന് ന്യായമുണ്ട്. എന്നാലും വഖദ് യുജാബു, ന്യായം ഉണ്ടെങ്കിലും അതിന് മറുപടി പറയാം. ആ നലറ് മറുപടി പറയപ്പെടും. ബിഅന്നഹു വഖഅ താബിയൻ ഫഗ്തുഫിറ, അത് താബിയായിട്ട് വന്നു പോയതല്ല. ഇരിക്കാത്തതിന്റെ പേരിൽ ഇതിങ്ങനെ ആക്കിയിട്ട് ഒന്നാമത്തേലേക്ക് ചേർക്കുന്നതാണല്ലോ. അത് താബിയായി വന്നതാണ്, അപ്പൊ അത് പൊറുക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി വൈസ്മാഉ അർബഈന, 40 പേരെ കേൾപ്പിക്കുക എന്നുള്ളതും ഷർത്താണ് എന്ന. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.